പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം സ്തുതികൾ പാടിടാം കാണുവണങ്ങിടാം ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി വിവാഹ കൂദാശയിൽ കൂടെ രൂപീകൃതമാകുന്ന ഭാര്യാഭർത്തൃ ബന്ധം കുടുംബജീവിതം സജീവമാകുവാൻ പ്രത്യേകമായ സംഗതികൾ തങ്ങളുടെ ജീവിതത്തിൽ കൂടെ പാലിക്കേണ്ടത് ആവശ്യമാണ്. ഈ കാര്യങ്ങളെ കുടുംബ ഫങ്ഷൻസ് എന്ന് നാം നാമകരണം ചെയ്യുന്നു. പ്രധാനമായി ഒരു കുടുംബം പ്രവർത്തന നിരതമാകണമെങ്കിൽ തങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന ഈ ഫങ്ഷൻസ് എല്ലാം തന്നെ നിർവഹിച്ചേ സാധ്യമാകുകയുള്ളൂ. അവയിൽ പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസ് താഴെ പറയുന്നു. ഒന്നാമതായി ബയോളജിക്കൽ അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായ കർത്തവ്യങ്ങൾ. ജീവശാസ്ത്രപരമായ കർത്തവ്യങ്ങളിൽ സെക്ഷുവൽ ഫങ്ഷൻസ്, റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ്, സെക്ഷുവൽ റെഗുലേറ്ററി ഫങ്ഷൻസ് മുതലായവ ഉൾപ്പെടുന്നു. ആ വിധമുള്ള രണ്ടാമത്തെ കർത്തവ്യമാണ് രക്ഷാകർതൃത്വം അല്ലെങ്കിൽ പേരൻറ്റിങ്. കുടുംബജീവിതം സജീവമായി നിലനിർത്തുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫങ്ഷൻസാണ് മുകളിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ കർത്തവ്യങ്ങൾ, സുരക്ഷിതത്വം നൽകുന്നതായ കർത്തവ്യം, മതപരമായ കർത്തവ്യങ്ങൾ, വിനോദങ്ങൾ, ഉല്ലാസങ്ങൾ ആദ്യമായവയെ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരുന്നതായ വിഷയം പേരൻറ്റിങ് അല്ലെങ്കിൽ രക്ഷാകർതൃത്വം എന്നുള്ളതാണ്. പേരൻറ്റിങ് മാതാപിതാക്കൾ നിക്ഷിപ്തമായിരിക്കുന്ന വലിയ കർത്തവ്യമാണ്. മാതാപിതാക്കൾ സംഗതമായി ഈ കർത്തവ്യം നിർവഹിക്കണമെങ്കിൽ പേരൻറ്റിങ്ങിനെ കുറിച്ച് വ്യക്തമായ ധാരണകളും അറിവുകളും ആവശ്യമാണ്. എന്നാൽ ഇന്ന് മാതാപിതാക്കളാകുവാൻ അല്ലെങ്കിൽ പേരൻറ്റിങ് നൽകുവാൻ തക്കവണ്ണമുള്ള പരിശീലനങ്ങളോ ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ വളരെ കുറവാണെന്നുള്ളത് നഗ്ന സത്യമാണ്. മാതാപിതാക്കളാകുവാനുള്ള ശേഷി
എല്ലാവരിലും ദൈവിക വാസനയായി നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ വാസന ശരിയാവണ്ണം വിനിയോഗിക്കുക എന്നുള്ളതാണ് ഉത്തമമായ പേരൻറ്റിങ് നടത്തുവാൻ സഹായിക്കുന്ന ഘടകം. രക്ഷാകർതൃത്വം ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബത്തെ ഒരു ഹ്യൂമൻ ബീയിങ്സ് ഗാർഡൻ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടമായി ഉപമിച്ചാൽ അതിൻ്റെ ഉള്ളിലെ പുഷ്പങ്ങളായി, അതിൻ്റെ ഉള്ളിലെ ബന്ധങ്ങളായി മാതാപിതാക്കളും കുട്ടികളെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അച്ഛനും അമ്മയും ഒരർത്ഥത്തിൽ രക്ഷാകർത്താക്കളായി മാറുന്നത് കുഞ്ഞുങ്ങളെ ശരിയാവണ്ണം പരിശീലിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോഴാണ്. ഏത് പുരുഷനിലും ഏത് സ്ത്രീയിലും മാതാപിതാക്കളാകുവാനുള്ള വാസന ദൈവം നൽകിയിരിക്കുന്നു. പഴയ തലമുറയായാലും പുതിയ തലമുറയായാലും രക്ഷാകർതൃത്വത്തെക്കുറിച്ച് അത്യാവശ്യമായ അറിവുകൾ നേടിയെടുക്കേണ്ടത് ഇന്നിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. രക്ഷാകർതൃത്വം ആരംഭിക്കുന്നത് ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതലാണെന്ന് മനസ്സിലാക്കുന്നു. 6 മാസം ആകുന്ന ഒരു ഭ്രൂണം വൈകാരികമായ ക്രിയാത്മകത പ്രകടിപ്പിക്കുവാൻ ആരംഭിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന ശിശുക്കളിൽ, കുഞ്ഞുങ്ങളിൽ ഏറ്റവും ബലഹീനമായത് മനുഷ്യ കുഞ്ഞുങ്ങളാണെന്ന് നമുക്കറിയാം. ആ നിലയിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എത്രയോ വലുതാണെന്ന് ഇത് നമ്മെ ഓർപ്പിക്കുകയാണ്. അച്ഛനമ്മമാർ രാഗവും താളവും പോലെയാണ്. കുഞ്ഞുങ്ങൾ സംഗീതമായി തീരണമെങ്കിൽ ഈ രാഗവും താളവും സമന്വയിച്ചെങ്കിലേ സാധ്യമാക്കുകയുള്ളൂ. പേരൻറ്റിങ്ങിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറയുന്നത് പൊതുവെ 4 തരത്തിലുള്ള പേരൻറ്റിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമതായി അതോറിറ്റേറ്റീവ് പേരൻറ്റിംഗ് അല്ലെങ്കിൽ ആധികാരികമായ രക്ഷാകർതൃത്വം. ശരിയെ പ്രോത്സാഹിപ്പിച്ചും തെറ്റിനെ തിരുത്തിയും കുഞ്ഞുങ്ങളെ ശരിയായ ദിശയിൽ വളർത്തുന്നതാണ് ആധികാരികമായ രക്ഷാകർതൃത്വം അല്ലെങ്കിൽ പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിധമാണ് അതോറിറ്റേറിയൻ പേരൻറ്റിംഗ് അല്ലെങ്കിൽ ഏകാധിപത്യപരമായ രക്ഷാകർതൃ ശൈലി. ഈ രീതിയിൽ കർക്കശമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും കർശനമായ പ്രതീക്ഷകളും മാതാപിതാക്കൾ പുലർത്തുന്നു. എന്നാൽ മനുഷ്യത്വത്തിൻ്റെ യാതൊരു ഭാവവും അതിൽ കാണുന്നില്ല. മൂന്നാമത്തെ വിധമാണ് പെർമിസീവ് പാരൻറ്റിങ്. ഈ രക്ഷാകർതൃത്വ ശൈലിയിൽ യാതൊരു ചിട്ടയില്ലാത്ത, അടുക്കില്ലാത്ത, നിയന്ത്രണങ്ങളില്ലാത്ത ഒരു രക്ഷാകർതൃത്വ ശൈലിയാണ് കാണാൻ സാധിക്കുന്നത്. നാലാമത് ഉള്ള രീതിയാണ് അൺഇൻവോൾവ്ഡ് പേരൻറ്റിങ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വൈകാരികവും ശാരീരികവുമായ വളർച്ചയിൽ പ്രത്യേകമായ യാതൊന്നും ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ. ഇങ്ങനെയുള്ള രക്ഷാകർതൃ ശൈലിയിൽ ആശയവിനിമയത്തിന് യാതൊരു സാധ്യതയില്ല. ഇവിടെ നാം പ്രതിപാദിക്കുന്ന രക്ഷാകർതൃ ശൈലി അല്ലെങ്കിൽ പേരൻറ്റിങ് രീതി അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ആധികാരികമായ രക്ഷാകർതൃത്വ രീതിയെക്കുറിച്ചാണ്. ആധികാരികമായ രക്ഷാകർതൃ ശൈലിയിൽ ഏറ്റവും പ്രധാനമായി കുട്ടിയെ ശരിയാവണ്ണം മനസ്സിലാക്കുക എന്നുള്ളതാണ്. തങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവദാനമായി കണ്ട് അവരിലെ നന്മകളെ തിരിച്ചറിഞ്ഞ് അവരെ മനസ്സിലാക്കുന്നതാണ് ആധികാരിക രക്ഷാകർതൃ ശൈലിയുടെ പ്രത്യേകത. ഈ ശൈലിയിൽ മുതിർന്നവർക്കുള്ളതുപോലെയുള്ള ആവശ്യങ്ങളും പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സാധ്യതകളും കുഞ്ഞുങ്ങളിലുണ്ടെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആധികാരികമായ രക്ഷാകർതൃ ശൈലിയിൽ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെ ശരിയാവണ്ണം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നു. എന്താണ് ഒരു കുഞ്ഞിൻ്റെ ആവശ്യം? മുതിർന്നവർക്കുള്ളതുപോലെ തന്നെയുള്ള ആവശ്യങ്ങൾ അതോ അത് അധികമായോ കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രധാനമായി കുഞ്ഞുങ്ങളിൽ കാണുന്ന നീഡ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ, നീഡ് ഫോർ സിഗ്നിഫിക്കൻസ്, അവരെ പ്രത്യേകമായി കരുതുന്നു, പ്രത്യേകമായി മനസ്സിലാക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. 2, നീഡ് ഫോർ സെക്യൂരിറ്റി, സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരായ കുഞ്ഞുങ്ങൾ. മാതാപിതാക്കളുടെ പരിലാളനയിലും മാതാപിതാക്കളുടെ കരുതലിലും ഈ നീഡ് അല്ലെങ്കിൽ ഈ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നു. നീഡ് ഫോർ അക്സെപ്റ്റൻസ്, കുഞ്ഞുങ്ങൾ മറ്റേവരെക്കാളും അംഗീകാരവും ആഗ്രഹിക്കുന്നവരാണ്, പ്രതീക്ഷിക്കുന്നവരാണ്. അത് നൽകുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. നീഡ് ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും
ആഗ്രഹിക്കുന്നതായ കുഞ്ഞുങ്ങൾ. നീഡ് ഫോർ ഡിസിപ്ലിൻ. കുഞ്ഞുങ്ങൾ അച്ചടക്കം അല്ലെങ്കിൽ ശിക്ഷണം ആഗ്രഹിക്കുന്നവരാണ്. അവരത് ആഗ്രഹിക്കുകയും അത് നൽകുവാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരുമാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഈ വിധമായ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ ശരിയാവണ്ണം വളർത്തുവാനായി സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് വിശദമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? 5 രീതികൾ, 5 വ്യത്യസ്ത തലങ്ങളിൽ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. 1, അണ്ടർസ്റ്റാൻഡ് ദ പെർസെപ്ഷൻ ഓഫ് ദ ചൈൽഡ്. കുഞ്ഞുങ്ങളുടെ വീക്ഷണഗതികളെ മനസ്സിലാക്കുവാനായി മാതാപിതാക്കൾക്ക് സാധിക്കണം. കുഞ്ഞ് ഓരോ കാര്യങ്ങളെയും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കുഞ്ഞ് ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു? ചുറ്റുപാടുകളെ എങ്ങനെ മനസ്സിലാക്കുന്നു? അയൽക്കാരെ എങ്ങനെ മനസ്സിലാക്കുന്നു? കുഞ്ഞിൻ്റെ വീക്ഷണഗതികൾ എന്തെല്ലാമാണെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ മോട്ടിവേഷൻ, പ്രേരക ശക്തികൾ എന്തെല്ലാമാണ്. കുഞ്ഞ് ഉത്തേജിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കപ്പെടുന്ന ഏതെല്ലാം കാര്യങ്ങളിൽ കൂടെയാണ് കുഞ്ഞ് വളർന്നു വരുന്നത്? ഒരു പക്ഷെങ്കിൽ നാം കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളായിരിക്കാം, ഒരു പക്ഷെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, ഒരു പക്ഷെങ്കിൽ അവരോട് കാണിക്കുന്ന സ്നേഹമായിരിക്കാം. മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മാതാപിതാക്കൾ സാധിക്കണം. മൂന്നാമതായി ഒരു ശിശുവിനെ, ഒരു കുഞ്ഞിനെ മനസ്സിലാക്കുമ്പോൾ കുഞ്ഞിൻ്റെ പഠനശേഷിയെ, കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവിനെക്കുറിച്ച് മാതാപിതാക്കൾ മനസ്സിലാക്കണം. നാലാമതായിട്ട് കുഞ്ഞുങ്ങളുടെ ചിന്താരീതികൾ. എന്താണ് കുഞ്ഞ് കൂടുതലായി ചിന്തിക്കുന്നത്? ഏത് വശത്തേക്കാണ് കുഞ്ഞിൻ്റെ ചിന്തകൾ നീങ്ങുന്നത്? ഇത് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അഞ്ചാമതായി ഒരു കുഞ്ഞിനെ മനസ്സിലാക്കുമ്പോൾ കുഞ്ഞിൻ്റെ വൈകാരിക തലങ്ങളെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ സന്തോഷം നൽകുന്ന അവസരങ്ങളും ദുഃഖം വരുത്തുന്ന ഘടകങ്ങളെയൊക്കെ തിരിച്ചറിയാനായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിനെ മനസ്സിലാക്കുമ്പോൾ ഓരോ പ്രായത്തിൻ്റെ ഘട്ടങ്ങളിലും പ്രത്യേകമായ ആവശ്യങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ട്. ഓരോ ഘട്ടത്തിലും പ്രത്യേകമായ പ്രശ്നങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും കുഞ്ഞുങ്ങൾ നേടിയെടുക്കേണ്ടതായ ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ നേടിയെടുക്കുവാനായി കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് ആധികാരികമായ രക്ഷാകർതൃത്വം നടത്തുവാൻ, പേരൻറ്റിങ് നടത്തുവാൻ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില തത്വങ്ങൾ. ഒന്നാമതായി, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായി തീരേണ്ടത് ആവശ്യമാണ്. ഒരു ശിശു ജനിച്ച് 1 വർഷത്തിനുള്ളിൽ കുഞ്ഞ് നേടിയെടുക്കുന്ന ശേഷിയാണ് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള കഴിവ് കുഞ്ഞ് നേടിയെടുക്കും. ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അമ്മയുമായുള്ള ബന്ധത്തിലാണ്. അമ്മ നൽകുന്നതായ മുലപ്പാലും അമ്മ നൽകുന്നതായ പരിലാളനും ഒരു കുഞ്ഞിനെ അതിൻ്റെ ഉള്ളിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. ആ നിലയിൽ ചിന്തിച്ചാൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഉത്തമ മാതൃകകളായി തീരേണ്ടത് അത്യന്തം ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമതായി, മാതാപിതാക്കൾ കാണേണ്ടതായ പ്രത്യേക ഗുണം, മനുഷ്യസഹജമായ പ്രശ്നങ്ങൾ മാതാപിതാക്കൾ തമ്മിലുണ്ടാകാം. എന്നാൽ ഒരിക്കൽ പോലും കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുവാനായി ശ്രമിക്കരുത്. മൂന്നാമതായി, മാതാപിതാക്കൾ പാലിക്കേണ്ടതായ തത്വം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ പഠനകാര്യമാകാം, വളർച്ചയുടെ മറ്റ് പ്രശ്നങ്ങളാകാം, മാതാപിതാക്കൾ കഴിവതും ഏകാഭിപ്രായമുള്ളവരായിട്ട് തീരണം. കുഞ്ഞുങ്ങൾക്ക് വളരുവാൻ തക്കതായ ഒരു ഭവന അന്തരീക്ഷം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാനായി രക്ഷാകർതൃത്വം നടത്തുന്നവർക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കണം, പരസ്പരം കരുതുന്നവരായിരിക്കണം. അതിലൊക്കെ ഉപരിയായി ഭവനത്തിൻ്റെ ഉള്ളിൽ ദൈവിക അന്തരീക്ഷം ഉണ്ടാക്കുവാനായും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആധികാരികമായ പേരൻറ്റിങ് നടത്തുവാൻ, അതോറിറ്റേറ്റീവായുള്ള പേരൻറ്റിങ്ങിന് മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഊന്നി പറയുന്നത്. ഈ നിലയിൽ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുകയും മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് കുഞ്ഞുങ്ങളെ ശരിയാവണ്ണം നയിക്കുവാൻ സാധിക്കുന്നത്. തുടർന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്ങിൽ ആധികാരികമായ രക്ഷാകർതൃത്വം നടത്തുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായ ചില ഘടകങ്ങൾ. വളരെ വേഗം ചില പോയിന്റുകൾ പറയട്ടെ. ഒന്നാമതായി, ഭവനത്തിൻ്റെ ഉള്ളിൽ ചില അതിരുകൾ, ചില ബൗണ്ടറീസ് നിശ്ചയിക്കണം. വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംസാരിക്കാം, എന്തൊക്കെ പറയാം, എന്തെല്ലാം ഭക്ഷിക്കാം, ഏത് രീതിയിൽ ഇടപെടാം, ഏത് രീതിയിൽ പെരുമാറാം, ഈ വിധത്തിൽ ചില അതിരുകൾ ഭവനങ്ങളുടെ ഉള്ളിൽ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതാപിതാക്കൾ രൂപപ്പെടുത്തേണ്ടതാണ്.
ഭവനങ്ങളുടെ ഉള്ളിൽ ചില ചിട്ടകൾ, ചില നിയമങ്ങൾ ഭവനങ്ങളുടെ ഉള്ളിൽ വേണം. ഉണരാനൊരു സമയം, ഉറങ്ങാനൊരു സമയം, ഭവനത്തിൽ വൈകിട്ട് തിരികെ എത്താനൊരു സമയം, മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ വർത്തിക്കേണ്ടതായ രീതികൾ, ഇതെല്ലാം ചില നിയമങ്ങൾ കണക്കെ ഭവനങ്ങളിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങൾ ഒന്നുകിൽ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ്. സാധാരണയായ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളിൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും പൂർണ്ണതയിലെത്തിയ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾ പലപ്പോഴും വ്യത്യസ്ത ശേഷിയുള്ളവരും വ്യത്യസ്ത കഴിവുള്ളവരായിരിക്കാം. ഒരാൾ പഠനത്തിൽ പിൻപിലായിരിക്കാം, മറ്റൊരാൾ പഠനത്തിന് മുൻപിലായിരിക്കാം. കുഞ്ഞുങ്ങളുടെ വ്യത്യസ്തതയെ അംഗീകരിക്കാനായി മാതാപിതാക്കൾക്ക് സാധിക്കണം. മൂന്നാമതായി, കുഞ്ഞുങ്ങളെ ക്രിയാത്മകമായി പ്രോത്സാഹിപ്പിക്കുവാൻ മാതാപിതാക്കൾ സാധിക്കണം. കുഞ്ഞുങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ശരി ചെയ്യുമ്പോൾ ശരിയാണെന്നും തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്നും പറയാനുള്ള ധാർമ്മിക ബോധം മാതാപിതാക്കൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് വ്യക്തതയോടെ നൽകുവാനായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഭവനങ്ങളുടെ ഉള്ളിൽ മാതാപിതാക്കൾ വളർത്തിയെടുക്കുന്നതായ മൂല്യബോധം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഭവനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കുഞ്ഞുങ്ങളുമായി പങ്കിടുവാൻ, ഷെയർ ചെയ്യുവാൻ, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബങ്ങളിലെ പ്രധാന തീരുമാനങ്ങളിൽ കുഞ്ഞുങ്ങളെയും പങ്കെടുപ്പിക്കുകയും അവരുടെ ആലോചനകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഭവനത്തിൻ്റെ ഉള്ളിൽ ആശയവിനിമയത്തിനുള്ള നല്ല അന്തരീക്ഷം മാതാപിതാക്കൾ ക്രിയേറ്റ് ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാനുള്ള അവസരം സൃഷ്ടിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നവരായിരിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ശരിയാവണ്ണം അതിനോട് മറുപടി പറയുവാൻ, പ്രതികരിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. രക്ഷാകർതൃത്വത്തിൽ തെളിഞ്ഞു വരേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് തീരുമാനങ്ങൾ എടുക്കുവാനായി കുഞ്ഞുങ്ങളെ സഹായിക്കണം. അവർ തന്നെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പഠിപ്പിക്കുകയും ആ തീരുമാനങ്ങൾ അവരോടൊപ്പം നിൽക്കുവാൻ മാതാപിതാക്കൾ സാധിക്കേണ്ടത് ആവശ്യമാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളായി എപ്പോഴും വർത്തിക്കണം. നല്ല സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ സുഹൃത്തുക്കളായിരിക്കണം. കുഞ്ഞുങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്നും മാതാപിതാക്കൾ അറിയുകയും ചെയ്യണം. മനുഷ്യ സഹജമായ പരിമിതികളെയും കഴിവുകളെയും മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനായി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത ഉണ്ടായിരിക്കണം. ഇന്ന് പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുവാനും ഇന്ന് പറയുന്ന വാക്ക് അത് വാക്കായി കാണുവാനും തക്കവണ്ണം മാതാപിതാക്കൾ സാധിക്കണം. അവസരം പോലെ കാലുമാറി ചവിട്ടുന്ന സ്വഭാവം കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതാപിതാക്കൾക്ക് ഒട്ടും അഭിലഷണീയമല്ല. കുഞ്ഞുങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനായി പഠിപ്പിക്കണം. പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിമാറുകയല്ല, പിന്നെ അതിനെ അഭിമുഖീകരിക്കുകയും ദൈവത്തോടുകൂടെ നേരിടേണ്ടത് ആവശ്യമാണെന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണല്ലോ ആത്മാഭിമാനം, സ്വയ ആദരവ്. ഇതൊക്കെ വളർത്തിയെടുക്കുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. വ്യക്തിത്വ വികസനത്തിന് ഉള്ള അവസരങ്ങൾ മാതാപിതാക്കൾ ഭവനങ്ങളിലുള്ളിൽ കൊടുക്കണം. എന്തും ഏതും എൻ്റെ അപ്പനോട് അമ്മയോട് തുറന്നു പറയാൻ സാധിക്കുമെന്നുള്ള ഒരു മനസ്സ്, ഒരു അന്തരീക്ഷം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ സൃഷ്ടിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് നാം അധികമായി ശ്രദ്ധാലുക്കളാണ്. എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന തലമാണ് മാനസിക ആരോഗ്യം. കുഞ്ഞുങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ മാനസിക ആരോഗ്യ വികസനത്തിനും മാനസിക ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം മാതാപിതാക്കൾ. കുഞ്ഞുങ്ങളെ ഒരു അഭിമാനമായി കാണുവാനായി മാതാപിതാക്കൾക്ക് സാധിക്കണം. കുഞ്ഞിനെ കുഞ്ഞായി കാണുവാൻ, മകനെ മകനായി കാണുവാൻ, മകളെ മകളായി കാണുവാൻ, പ്രവൃത്തിയെയും ഉണ്മയെയും വേർതിരിച്ച് കാണുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അവസാനമായി, കുഞ്ഞുങ്ങൾ വളർത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളോടൊപ്പം തന്നെ മാതാപിതാക്കൾ ഒരിക്കലും അവലംബിക്കാൻ പാടില്ലാത്ത ചില രീതികളും അവസാനമായി പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായി, കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന വിധത്തിൽ മാതാപിതാക്കൾ ഒരിക്കലും സംസാരിക്കരുത്. അവരുടെ ബീയിങ് അല്ലെങ്കിൽ ഉണ്മയെ ഹനിക്കുന്ന വിധത്തിൽ, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ, നീ വന്നില്ലായിരുന്നെങ്കിൽ, നീ ഒരു ശാപമാണ്, ഈ വിധത്തിലുള്ള വാക്കുകൾ ഒരിക്കലും മാതാപിതാക്കളുടെ വായിൽ നിന്ന് വരുവാനായി പാടില്ല. കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായി ഒരിക്കൽ പോലും താരതമ്യം ചെയ്യാനായി മാതാപിതാക്കൾ ശ്രമിക്കരുത്.
കുഞ്ഞുങ്ങളെക്കുറിച്ച് നിഷേധാത്മക അഭിപ്രായങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പ്രകടിപ്പിക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒരിക്കലും വലിച്ചിഴയ്ക്കുവാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കരുത്. തങ്ങൾക്ക് സഫലമാകാത്ത ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി എൻ്റെ മകനെ മകളെ ഒരിക്കലും ഒരു മാതാവും പിതാവും ഉപയോഗിക്കുവാനായി പാടില്ല. മറ്റുള്ളവരെ മുൻപിൽ വെച്ച് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കുറ്റപ്പെടുത്തരുത്. ഒരു മാതാപിതാക്കൾ ഒരാൾക്കെതിരായി ഒരു കുഞ്ഞിനെ ഉപയോഗിച്ച് മാതാപിതാക്കൾ ഒരിക്കലും പ്രവർത്തിക്കരുത്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ആശയവിനിമയത്തിനുള്ള ഉപാധിയായി മാർഗമായി ഒരിക്കലും തീരുവാനായി പാടില്ല. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നവരാണ്. അവർക്ക് ഭയമുണ്ട്, അവർക്ക് പേടിയുണ്ട്. അവരുടെ ഭയത്തെയും പേടിയും അംഗീകരിക്കുകയും അതിനെ നേരിടേണ്ട വിധം പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഒരിക്കലും കളിയാക്കരുത്. ദൈവം ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളെ പുതുതായി അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവരെ അയക്കാനുള്ള ഒരു മീഡിയ, ഒരു മാധ്യമമായി ദൈവം തിരഞ്ഞെടുത്തവരാണ് മാതാപിതാക്കൾ. വി ആർ നോട്ട് ക്രിയേറ്റേഴ്സ്, വി ആർ പ്രോ ക്രിയേറ്റേഴ്സ്. ദൈവത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നവരാണ് മാതാപിതാക്കൾ. കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൻ്റെ സ്വന്തമായ കുഞ്ഞുങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളർത്തിയെടുത്ത് ദൈവരാജ്യ മഹത്വത്തിനും ദേശത്തിൻ്റെ വളർച്ചയ്ക്കും നല്ല പൗരന്മാരായി തീർക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഉത്തമമായ കർത്തവ്യം. ഈ കർത്തവ്യം ഒരു ഭവന അന്തരീക്ഷത്തിൽ നിർവഹിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ്. ഒരു കുടുംബ ബന്ധത്തിൽ പാലിക്കേണ്ടതായ കർത്തവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അതോടൊപ്പം തന്നെ മുൻപ് പറഞ്ഞതായ എല്ലാ കർത്തവ്യങ്ങളും, ജീവശാസ്ത്രപരമായ കർത്തവ്യം മുതൽ മതപരമായ കർത്തവ്യം വരെ ഭാര്യയും ഭർത്താവും ചേർന്ന് നിർവഹിക്കുമ്പോഴാണ് കുടുംബം സജീവമാകുന്നത്, ദേശത്തിന് അനുഗ്രഹമാകുന്നത്. അപ്രകാരമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.